ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ പകുതി ഭാഗം എടുത്തിട്ട് ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു 2 കപ്പോളം ഉണ്ടാവും. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത് ഒരു ജാറിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കടുക് ചേർക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് എന്തായാലും ചേർക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 4 വിസിൽ വന്നതിന് ശേഷം എയറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിലിപ്പോൾ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഈ വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നോക്കൂ, അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ അരയണം കേട്ടോ. ഇനി ഇത് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. മധുരവും എരിവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് പൈനാപ്പിളിൻ്റെ പുളി അനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട്. പൈനാപ്പിൾ പുളി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറ്റൽമുളകും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരാം. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ദാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്